ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് പുതിയൊരു അധ്യായമാണ് പഠിക്കുവാൻ പോകുന്നത്. ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, ഞാൻ നിങ്ങളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുക. എന്നാണ് നമ്മുടെ പരിസ്ഥിതി ദിനം? അതെ, ജൂൺ 5. ഈ കഴിഞ്ഞ ദിവസം ജൂൺ 5 അന്ന് നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെടികൾ നടുകയും അതുപോലെ തന്നെ പരിസ്ഥിതി വൃത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ പരിസ്ഥിതി നമുക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാം. ഈ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവയിൽ ഉൾപ്പെടുന്നതെന്ന് പറയാൻ സാധിക്കുമോ? അതെ, കാട്, മലകൾ, പുഴകൾ, അരുവികൾ, അതുപോലെ തന്നെ കടലുകൾ എന്നിവയെല്ലാം നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ഉള്ളതാണ്. ഇത്തരത്തിലുള്ള വിവിധ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. അപ്പോൾ ഞാൻ ഒരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ. നാം വസിക്കുന്നത് ഭൂമിയുടെ ഉള്ളിലാണോ അതോ ഭൂമിയുടെ പുറത്താണോ? അതെ, നമ്മളെല്ലാവരും വസിക്കുന്നത് ഭൂമിയുടെ പുറത്താണ്. ഈ ഭൂമിയുടെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തതയുണ്ട്. എന്നാൽ ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമ്മൾക്ക് എത്രമാത്രം അറിയാം എന്നതിനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചാണ്. ഏകദേശം 225 ദശലക്ഷ കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ നമ്മുടെ ഭൂമിയിൽ നിന്നും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങൾ എത്തിക്കുവാൻ സാധിച്ചു. അതുവഴി ചന്ദ്രനിൽ നടക്കുന്ന കാര്യങ്ങളും ചന്ദ്രനിലെ ഓരോ ഭാഗങ്ങളും അതൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ അതുവഴി നമുക്ക് സാധിച്ചു. എന്നാൽ നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ 12 കിലോമീറ്റർ ദൂരം മാത്രമേ നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തേക്ക്, അതായത് ഭൂമിയുടെ ഉള്ളറയിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഏകദേശം 12 കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി നേരിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതിനുള്ള കാരണം എന്താ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമിക്കുള്ളിലെ താപവും മർദ്ദവുമാണ്. അതായത് ഭൂമിയുടെ ഉള്ളിലെ ആഴം കൂടുന്തോറും ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ആഴം കൂടുന്തോറും താപവും മർദ്ദവും വർദ്ധിക്കുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തായിട്ട് 5000 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അനുഭവപ്പെടുന്നത്. അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും താപവും മർദ്ദവും കൂടുകയും അതുപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രഭാഗത്തായിട്ട് 5000 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അനുഭവപ്പെടുന്നത്. സാധാരണയായി 1538 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഇരുമ്പ് വരെ ഉരുകിപ്പോകും. അപ്പോൾ അപ്രകാരമുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പം നമ്മൾക്ക് പിന്നെ ഈ ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എപ്രകാരമാണ് ലഭിക്കുന്നതെന്ന് ഇനി നമ്മൾക്ക് അറിയാനുള്ളത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചേ. എല്ലാവരും ഗ്രൂപ്പായിട്ട് തരം തിരിഞ്ഞ് ചർച്ച ചെയ്ത് ആലോചിച്ച് ഉത്തരം പറയുക. ഓക്കെ, നിങ്ങളെല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു PPT കാണിക്കാം. ആ PPT എല്ലാവരും ഒന്ന് വായിക്കുക. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഓക്കെ, PPTയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രമാണ്. ഒന്നാമത്തെ, ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി നമുക്കുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ആദ്യത്തേത് ഖനീകരണം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഭൂമി കുഴിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഫലമായിട്ട് ആ ഒരു വേരിയേഷൻ വഴി നമുക്ക് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് അഗ്നിപർവ്വതങ്ങൾ.
അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ, അതായത് അഗ്നിപർവ്വതം ഉണ്ടാകുന്ന ഭൂമിയുടെ ഉള്ളിലെ താപം പുറത്ത് ചാടുക, അതിൻ്റെ ഫലമായി അങ്ങനെയാണ് അഗ്നിപർവ്വതം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതുവഴി ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഭൂചലനത്തിലൂടെയാണ്. ഭൂചലന തരംഗത്തിലൂടെ നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ, ഖനീകരണ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെയാണ് ഭൂചലന തരംഗങ്ങളിലൂടെ. ഈ ഭൂചലന തരംഗങ്ങൾ വിശകലനം ചെയ്ത് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി കൂടുതൽ വ്യക്തത നൽകാൻ സാധിക്കുന്നു. അപ്പം അതിൽ നമ്മൾ ഭൂചലന തരംഗങ്ങൾ അതാണ് എടുക്കുന്നത്. അപ്പോൾ ഭൂചലന തരംഗങ്ങളിലൂടെ ഈ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പുഴുങ്ങിയ മുട്ട സുപരിചിതമല്ലോ. അപ്പം ഈ പുഴുങ്ങിയ മുട്ട എത്ര ലെയേഴ്സ് ഉണ്ട്? പുഴുങ്ങിയ മുട്ടയിൽ തോടോടുകൂടി 3 ലെയേഴ്സ്. അതായത് പുഴുങ്ങിയുടെ മുട്ടയുടെ ആദ്യത്തേത് ആ തോടുണ്ട്, പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് എഗ്ഗുണ്ട്. അങ്ങനെ 3 ലെയേഴ്സോട് കൂടിയാണ് പുഴുങ്ങിയ മുട്ട. അപ്പം അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ പുറമേ ഒരു പാളിയുണ്ട്, അതിനുശേഷം അകത്ത് വേറൊരു പാളിയുണ്ട്, അതിനുശേഷം കേന്ദ്രഭാഗത്തായിട്ട് മറ്റൊരു പാളിയുണ്ട്. അങ്ങനെ 3 പാളികളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തുള്ളത്. അത് ഈ ഭൂചലന തരംഗത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു വിവരം മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോൾ 3 പാളികളാണ്. ഈ 3 പാളികളെ കുറിച്ചുള്ളൊരു ചിത്രം ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യം പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഈ ചിത്രം കാണാമല്ലോ. ഇത് നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്തെ വിവിധ പാളികളുടെ ചിത്രമാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും 3 പാളികളാണ് ഭൂമിയുടെ ഉൾഭാഗങ്ങളിൽ ഉള്ളത്. അതായത് ഭൂവൽക്കം, മാൻറ്റില്, കാമ്പ് എന്നീ 3 ഭാഗങ്ങളുടെ ചിത്രമാണ് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ഈ ഭാഗത്തെ ഭൂവൽക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ഈ ഭാഗത്തെ ഭൂവൽക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഭൂമിയുടെ നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം അറിയപ്പെടുന്നത്. ഇവയുടെ ഖനം, അതായത് ഭൂവൽക്കത്തിൻ്റെ ഖനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ദൂരമാണ്. അതായത് 40 കിലോമീറ്റർ ദൂരത്തോളമാണ് ഭൂവൽക്കത്തിൻ്റെ ഖനം ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനാൽ ഭൂവൽക്കത്തെ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പുറന്തോട് എന്ന് പറയാൻ സാധിക്കുന്നു. ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് തരംതിരിക്കുന്നത്: വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിൽ സിലിക്കൺ, അലുമിനിയം എന്നീ ധാതുക്കൾ അടങ്ങിയതിനാൽ ഇവയെ സിയാൽ എന്ന് പറയുന്നു. സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കണും അലുമിനിയം അടങ്ങിയതിനാലാണ് സിയാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സമുദ്ര ഭൂവൽക്കം. സിലിക്കണും മഗ്നീഷ്യവും എന്നീ ധാതുക്കൾ അടങ്ങിയതിനാൽ അവയെ സിമ എന്നാണ് പറയുന്നത്. അപ്പോൾ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നുമാണ് നാം പറയുന്നത്. അപ്പോൾ നമ്മൾ ഭൂവൽക്കത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ, ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ നേർത്ത പുറം തോട് അല്ലെങ്കിൽ പുറം പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൻ്റെ ഖനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ദൂരമാണ്. ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കുന്നു: വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. വൻകര ഭൂവൽക്കത്തിൽ സിലിക്കണും അലുമിനിയവും അടങ്ങുന്നതിനാൽ അവയെ സില എന്ന് പറയുന്നു. സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് സിലിക്കണും മഗ്നീഷ്യവുമാണ്. അതിനാൽ അവയെ സിമ എന്ന് പറയുന്നു. അപ്പോൾ ഭൂവൽക്കത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയല്ലോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് പറയുക.
ഓക്കെ. അപ്പം പറഞ്ഞ ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പുറന്തോടാണ് ഭൂവൽക്കം. 40 കിലോമീറ്റർ ഘനമാണ് ഭൂവൽക്കത്തിനുള്ളത്. ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു: വൻകര ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും. വൻകര ഭൂവൽക്കത്തെ അലുമിനിയം, സിലിക്കൺ എന്നീ ധാതുക്കൾ അടങ്ങിയതിനാൽ അവയെ സിയാൽ എന്ന് പറയുന്നു. സമുദ്ര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ ധാതുക്കൾ എന്ന് വെച്ചാൽ സിലിക്കണും മഗ്നീഷ്യവുമാണ്. അതിനാൽ അവയെ സിമ എന്ന് പറയുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഭൂവൽക്കത്തെക്കുറിച്ച് നാം പഠിച്ചത്. ഇനിയും അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മാൻറ്റിലും കാമ്പുമാണ്. ഞാൻ നിങ്ങൾക്ക് 2 ആക്ടിവിറ്റി കാർഡ് നൽകാം. അവയിൽ ഒന്ന് മാൻറ്റിലിനെ കുറിച്ചും ഒന്ന് കാമ്പിനെ കുറിച്ചുമാണ് എഴുതിയേക്കുന്നത്. അപ്പം അത് നിങ്ങൾ 2 പേര് വായിക്കുക. മാൻറ്റിൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്കത്തിന് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. 2 ഭാഗങ്ങൾ: ഉപരിമാൻറ്റിൽ, അധോമാൻറ്റിൽ. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ പാളിയാണ് ഉപരിമാൻറ്റിൽ. ഉപരിമാൻറ്റിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അധോമാൻറ്റിൽ. കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗം 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെ. 2 ഭാഗങ്ങൾ: പുറംകാമ്പ്, അകക്കാമ്പ്. പുറംകാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. കേന്ദ്രഭാഗം ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പിനെ നിഫൈ എന്ന് പറയുന്നു. ആക്ടിവിറ്റി കാർഡ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യമാണ് മനസ്സിലായത്? ഓക്കെ, നമുക്ക് ഒരു മോഡലിൻ്റെ സഹായത്തോടെ മാൻറ്റില്, കാമ്പ് എന്നീ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ മോഡല്, ഭൂമിയുടെ ഉള്ളറയുടെ മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളിയാണ് ഭൂവൽക്കം. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന മാൻറ്റില്, കാമ്പ് എന്നിവയെക്കുറിച്ചാണ്. ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. മാൻറ്റില് 2900 കിലോമീറ്റർ, ഏകദേശം അത്രയും ദൂരം വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് മാൻറ്റിൽ. 2900 കിലോമീറ്റർ ദൂരമാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. മാൻറ്റിലിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഉപരിമാൻറ്റിലും അധോമാൻറ്റിലും. ഉപരിമാൻറ്റിൽ എന്ന് പറയുന്നത് അത് സിലിക്കണിൻ്റെ സംയുക്തത്താൽ ആണ് വ്യാപിച്ച് കിടക്കുന്നത്. സിലിക്കണിൻ്റെ സംയുക്തത്താൽ വ്യാപിച്ച് കിടക്കുന്ന ഭാഗമാണ് ഉപരിമാൻറ്റിൽ എന്ന് പറയുന്നത്. ഈ ഉപരിമാൻറ്റിലോട് ചേർന്ന് കിടക്കുന്ന അടുത്ത ഭാഗമാണ് അധോമാൻറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഇതിത്രയും മാൻറ്റിലിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഉപരിമാൻറ്റിൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തെ സിലിക്കണിൻ്റെ സംയുക്തമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത്, ഈ ഉള്ളിലോട് ചേർന്ന് ഈ ഒരു ഭാഗത്തെ അധോമാൻറ്റിൽ എന്ന് പറയുന്നു. അധോമാൻറ്റിൽ അർദ്ധദ്രാവാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം മാൻറ്റിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. 2900 കിലോമീറ്റർ ദൂരത്തിൽ കനമുണ്ട്. അതിൽ ഉപരിമാൻറ്റിലെന്നും അധോമാൻറ്റിലെന്നും എന്നിങ്ങനെ 2 ആയിട്ട് മാൻറ്റിലിനെ തരംതിരിക്കുന്നു. ഉപരിമാൻറ്റിൽ എന്ന് പറയുമ്പോൾ അത് സിലിക്കൺ നിർമ്മിതമായിട്ട്, അതായത് സിലിക്കണിൻ്റെ സംയുക്തമാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അധോമാൻറ്റിലിൽ അർദ്ധദ്രാവാവസ്ഥയിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാൻറ്റിലിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഭൂവൽക്കം, ഇത് മാൻറ്റിൽ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കാമ്പാണ്. കാമ്പിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നുണ്ട്: പുറം കാമ്പും അകക്കാമ്പും. അതായത് ഇതിൽ കാണുന്നത്, ഈ പുറമേ കാണുന്ന ഇത് പുറം കാമ്പെന്നും ഈ കാണുന്ന ഭാഗമാണ് അകക്കാമ്പ്. അങ്ങനെ 2 ആയിട്ടാണ് കാമ്പിനെയും തരംതിരിച്ചിരിക്കുന്നത്. ഈ 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് ഈ കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ കാമ്പിൻ്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ കാമ്പിനെ പ്രധാനമായിട്ട് 2 ആയിട്ട് തരംതിരിക്കുന്നു: പുറംകാമ്പും അകക്കാമ്പും. ഈ കേന്ദ്രഭാഗം ഖരാവസ്ഥയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. പുറംകാമ്പിൻ്റെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്.
അതായത് ഈ പുറംകാമ്പിൻ്റെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. കേന്ദ്രഭാഗം ഖരാവസ്ഥയിലുമായിരിക്കും നിലകൊള്ളുന്നത്. ധാതുക്കളാൽ നിർമ്മിക്കുന്നതിനാൽ കാമ്പിനെ നിഫൈ എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിച്ചത് ഭൂമിയുടെ ഉൾഭാഗത്തെ വിവിധ പാളികളെക്കുറിച്ചാണ്. പ്രധാനമായിട്ടും 3 പാളികളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗത്തെയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിനാൽ ഭൂമിയുടെ പുറന്തോടായിട്ടാണ് ഭൂവൽക്കം അറിയപ്പെടുന്നത്. 40 കിലോമീറ്റർ കനമാണ് ഭൂവൽക്കത്തിന് ഉള്ളത്. ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കുന്നു: വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും. അലുമിനിയം, സിലിക്കൺ എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് പറയുന്നു. സിലിക്കൺ, മഗ്നീഷ്യം എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് പറയുന്നു. ഭൂവൽക്കത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. 2900 കിലോമീറ്റർ ദൂരമാണ് ഇവ വ്യാപിച്ചു കിടക്കുന്നത്. മാന്റിലിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കുന്നു: ഉപരി മാന്റിൽ എന്നും അധോ മാന്റിൽ എന്നും. സിലിക്കൺ സംയുക്തത്താൽ നിർമ്മിതമായതാണ് ഉപരി മാന്റിൽ എന്ന് പറയുന്നത്. ഉപരി മാന്റിലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അധോ മാന്റിൽ. അധോ മാന്റിൽ അർദ്ധദ്രവാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം നാം കണ്ടതാണ് കാമ്പ്. കാമ്പ് എന്ന് പറയുന്നത് മാന്റിലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം കൂടിയാണ് കാമ്പ്. മാന്റിലിനോട് ചേർന്ന്, അതായത് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കാമ്പ് വ്യാപിച്ചു കിടക്കുന്നത്. കാമ്പിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് തരംതിരിക്കുന്നു: പുറം കാമ്പെന്നും അകംകാമ്പെന്നും. അകക്കാമ്പ് എപ്പോഴും ഖരാവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ പുറം കാമ്പ് ഉരുകിയ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പിനെ നിഫൈ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നാം പഠിച്ചത്. പിന്നെ ഭൂമിയുടെ ഉൾഭാഗത്ത് കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ഏതെല്ലാമെന്നും നാം കണ്ടു. അവ പ്രധാനമായിട്ടും 3 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഖനീകരണ പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, പിന്നെ ഭൂകമ്പ തരംഗങ്ങളിലൂടെ എന്നീ 3 മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് 5000 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ളതിനാൽ നമുക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ള യാതൊരു വസ്തുക്കളും കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഞാൻ നിങ്ങൾക്കൊരു പട്ടിക തരാം. ആ പട്ടിക ചേരുംപടി ചേർക്കുക. ചേരുംപടി എല്ലാവരും തന്നെ വളരെ വേഗത്തിൽ ശരിയായി ഉത്തരം നൽകി. അപ്പം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഫോളോ അപ്പ് ആക്ടിവിറ്റി നൽകുകയാണ്. ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള വിവിധ പാളികൾ നമ്മൾ പഠിച്ചല്ലോ. അതായത് ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്. ഈ 3 പാളികളിൽ അടങ്ങിയ ഒരു ചിത്രം വരയ്ക്കുക. പാഠപുസ്തകത്തിൻ്റെ സഹായത്തോടെ തന്നെ ചിത്രം വരച്ച് അവ അടയാളപ്പെടുത്തിക്കൊണ്ട് വരിക. അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളെല്ലാവരും ഭൂമിയുടെ ഉൾഭാഗത്തെ വിവിധ പാളികളെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കിക്കൊണ്ട് വരിക. താങ്ക് യു.